വാർത്തകൾ വിശദമായി. കോവിഡ് മഹാമാരി നിശ്ചലമാക്കിയ കലാലയ ജീവിതത്തിനിടയിലും സജീവമായ കർമ്മപരിപാടികളോടെ ശ്രദ്ധ പിടിച്ചു പറ്റുകയാണ് തൊടുപുഴ ന്യൂമാൻ കോളേജ് NCC. കാലങ്ങളായി തരിശായി കിടന്ന 1.5 ഏക്കറോളം ഭൂമി കേഡറ്റുകളുടെ പ്രയത്നത്താൽ കൃഷിഭൂമിയാക്കുകയും ഇതിൽ കൃഷി ചെയ്ത് വിളവെടുക്കുകയും ചെയ്തു. ഇതിൽ നിന്നും ലഭിക്കുന്ന വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. കേരള ലക്ഷദ്വീപ് ഡയറക്ടറേറ്റിൽ കഴിഞ്ഞ വർഷം ഉൾപ്പെടെ 2 വട്ടം മികച്ച സ്ഥാപനത്തിനുള്ള അവാർഡ് കരസ്ഥമാക്കിയ തൊടുപുഴ ന്യൂമാൻ NCC വ്യത്യസ്തവും സാമൂഹിക പ്രതിബദ്ധതയുമുള്ളതുമായ അനേകം പ്രവർത്തനങ്ങൾ കൊണ്ട് ജനശ്രദ്ധ ആകർഷിച്ചിട്ടുണ്ട്. 4 വർഷം മുമ്പ് കോളേജിനടുത്ത് തരിശായി കിടന്ന 1 ഏക്കറിലധികം വരുന്ന ഭൂമി കേഡറ്റുകളുടെ പ്രയത്നത്താൽ ഫലഭൂഷ്ടമായ കൃഷിഭൂമിയായി ആരംഭിച്ച വർഷം കരനെൽ കൃഷിയിൽ തുടങ്ങിയ പദ്ധതി ഈ വർഷം സമ്മിശ്ര കൃഷിയിലാണ് പരീക്ഷിച്ച് വിജയിച്ചത്. കപ്പ, കാച്ചിൽ, ഇഞ്ചി, മഞ്ഞൾ, കച്ചോലം എന്നിവയ്ക്ക് പുറമെ പച്ചക്കറികളും ആയുർവേദ സസ്യങ്ങളും തോട്ടത്തിന് ചാരുതയേകുന്നു. പഠന പ്രവർത്തനത്തോടൊപ്പം ജീവിതഗന്ധിയായ അനുഭവങ്ങൾ നൽകി കേഡറ്റുകളെ മികച്ച പൗരന്മാരാക്കി മാറ്റുക എന്നതാണ് ഈ പദ്ധതിയിലൂടെ ഉദ്ദേശിക്കുന്നതെന്ന് NCC ഓഫീസർ ലഫ്റ്റനന്റ് പ്രജിത് സി മാത്യു പറഞ്ഞു. കഴിഞ്ഞ വർഷം പദ്ധതിയിൽ നിന്ന് ലഭിച്ച വരുമാനം ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധിച്ചതിൽ സന്തോഷമുണ്ടെന്ന് പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന കോളേജ് ബർസാർ ഫാദർ പോൾ കാരക്കൊമ്പിൽ പറഞ്ഞു. അഭിനന്ദനാർഹമായ ഒരു സമയത്താണ് നമ്മളിവിടെ നിൽക്കുന്നത്. ഒത്തിരിയേറെ ശ്ലാഘനീയമാണ് NCCയുടെ ഓരോ പ്രവർത്തനങ്ങളും. ന്യൂമാൻ കോളേജിൻ്റെ ചരിത്രത്തെ ഒന്നുകൂടി പുതുക്കി നന്മയുള്ളതാക്കി മാറ്റുന്ന ഒരു സംരംഭമാണ് നിങ്ങളെല്ലാവരും കൂടി ഒന്ന് പ്രവർത്തിക്കുന്നത്. സ്വച്ഛ് ഭാരത് എന്ന് പറയുന്ന പ്രവർത്തനത്തോട് ചേർത്ത് അതിനേക്കാൾ മുൻപ് തന്നെ പ്രവർത്തിച്ച് തുടങ്ങിയിരിക്കുന്ന ഒരു സംരംഭമാണ്. വിവിധങ്ങളായിട്ടുള്ള ജൈവ കൃഷിയോടുകൂടെ കാര്യങ്ങൾ ഓരോന്നും നടത്തുക എന്നുള്ളത്. നമ്മുടെ ആദ്യ വർഷങ്ങളിലൊക്കെ ഒരു 4 വർഷങ്ങൾക്ക് മുൻപ് കരനെല്ല് കൃഷിയോടുകൂടിയാണ് ഇവിടെ വെറുതെ കിടന്നിരുന്ന ഈ പ്രദേശം NCCയിലെ ഓരോ വ്യക്തികളും സ്വയം ഏറ്റെടുത്ത് പ്രവർത്തന സജ്ജമാക്കി ഇതിനെ ഫലപുഷ്ടമാക്കി മാറ്റിയത്. ഇന്ന് അഭിമാനത്തോടുകൂടെ പറയാം, ഇവിടെ ഈ വർഷങ്ങളിൽ വിവിധങ്ങളായിരിക്കുന്ന കൃഷികൾ ഇറക്കിക്കൊണ്ടാണ്, ജൈവ കൃഷി സമ്പൂർണ്ണമാക്കിക്കൊണ്ടാണ് ഈ വർഷം NCC ക്രെഡിറ്റ് തങ്ങളുടെ പ്രവർത്തനങ്ങൾ വിപുലീകരിച്ചിരിക്കുന്നത്. കപ്പയുണ്ട്, മത്തങ്ങ, ഇഞ്ചി, മലയിഞ്ചി, അങ്ങനെ പല വിധത്തിലുള്ള വിഭവങ്ങൾ ഇവിടെ സമൃദ്ധമായിട്ടുണ്ട്. അതിന് നേതൃത്വം കൊടുക്കുന്നത് ബഹുമാനപ്പെട്ട പ്രജിത് സാറാണ്. പ്രജിത് സാറിനെയും കൂടെ നിന്ന് അവരോട് കൂടെ നിന്ന് പ്രവർത്തിക്കുന്ന മറ്റെല്ലാവരെയും ഏറ്റവും കോളേജിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ പേരിലുള്ള എല്ലാ അഭിനന്ദനങ്ങളും ഏറ്റവും ആദ്യമായിട്ട് അറിയിക്കുകയാണ്. ഇതിൽ നിന്നുണ്ടാകുന്ന വരുമാനം അല്ലെങ്കിൽ അതിൻ്റെ ഫലം കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ സാധുക്കളായിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ടാണ്. അത് കപ്പ ആണെങ്കിലും പുഴുങ്ങി ഉണങ്ങി അത് പാവങ്ങൾക്ക് വേണ്ടിയിട്ട് ഓരോ കിറ്റുകളാക്കി അവർ ഓരോ വീടുകളിൽ കൊണ്ടുവന്ന് എത്തിക്കുകയായിരുന്നു ചെയ്തത്. ഇവരുടെ ഇപ്പോഴത്തെയും സ്വപ്നം ഇത് തന്നെയാണ്. കൊറോണ കാലത്തിൽ ഈ വിഭവത്തിൽ നിന്ന് കിട്ടുന്ന നല്ലത് അല്ലെങ്കിൽ ഫലം അതിനെ മറ്റുള്ളവർക്ക് വേണ്ടി വീതിച്ചു കൊടുക്കുക എന്നുള്ള ഉദ്ദേശമാണ്. കോളേജിൻ്റെ പേരിലുള്ള ശ്ലാഘനീയമായിട്ടുള്ള ഒരു നന്മയായിട്ട് ഞാൻ കാണുന്നു. പ്രിൻസിപ്പൽ ഡോക്ടർ തോംസൺ ജോസഫ്, വൈസ് പ്രിൻസിപ്പൽ റവറൻഡ് ഡോക്ടർ മാനുവൽ പിച്ചിലക്കാട്ട് എന്നിവരടങ്ങുന്ന മാനേജ്മെൻറ്റിൻ്റെ വലിയ പിന്തുണ പഠന പ്രവർത്തനങ്ങൾക്കൊപ്പം ഇത്തരം ക്രിയാത്മകമായ പ്രവർത്തനങ്ങൾ നടപ്പാക്കാൻ പ്രചോദനമാണെന്ന് NCC സീനിയർ അണ്ടർ ഓഫീസർ ആൽവിൻ ബെന്നി പറഞ്ഞു. പ്രവർത്തനങ്ങൾക്ക് അണ്ടർ ഓഫീസർ നവീൻ വിൻസെൻ്റ്, ഇബിൻ ജോഷി, ലിൻസി മാത്യു, അനിൽകുമാർ, ബിയോൺ ബെന്നി, അൻവർ ഹുസൈൻ, അൽഫോൺസ് തങ്കച്ചൻ, നോയൽ സണ്ണി, ബ്രിസ്നി സാജു എന്നിവർ നേതൃത്വം നൽകുന്നു. മീഡിയ ടുഡേ ന്യൂസ് തൊടുപുഴ.